ഹലോ ഗൈസ്, അപ്പോൾ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ഭാര്യയുടെ അസുഖത്തിന്റെ പിന്നിൽ തട്ടിപ്പ് നടത്തുന്ന ഒരു ഭർത്താവിന്റെ ന്യൂസാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. ഇവരുടെ ഫേസ്ബുക്ക് പേജിന്റെ പേര് JP അനു അഭിനവ് എന്നാണ്. ഇവരുടെ ഒരു സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഇവർ രണ്ടുപേരും കൂടെ ബൈക്കിൽ പോകുമ്പോഴത്തേക്ക് ഇവർക്കൊരു ആക്സിഡന്റ് ഉണ്ടാകുന്നു. ഈ ആക്സിഡന്റിൽ ഈ പെൺകുട്ടിയുടെ മെമ്മറി ലോസ് ആവുകയാണ്. പക്ഷെ അയാൾക്ക് കുറച്ച് പരിക്കുകൾ മാത്രമേ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇതിനു ശേഷം ഈ പുള്ളിക്കാരനൊരു ഫേസ്ബുക്ക് പേജ് നൈസായിട്ടൊക്കെ അങ്ങ് തുടങ്ങി. ഇതിനകത്ത് ഈ പുള്ളിക്കാരിയുടെ ഓരോ ദിവസത്തെ കാര്യങ്ങൾ, ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ ഇടുന്നു, സർജറിയുടെ കാര്യങ്ങൾ പറയുന്നു, അങ്ങനെ ഓരോ വീഡിയോസ് ഇടുകയാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ആളുകൾക്ക് സ്വാഭാവികമായിട്ട് ഇവരോട് എന്തായിരിക്കും തോന്നുന്നത്? ഒരു സിമ്പതി തോന്നും. അപ്പോൾ ഈ സിമ്പതിയെ പുള്ളിക്കാരൻ മുതലെടുക്കുകയാണ് ചെയ്തത്. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറയുന്നു പുള്ളിക്കാരിക്ക് ഒരു സർജറി ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അപ്പോൾ അക്കൗണ്ടിലോട്ട് ഇത്ര പൈസ വേണം, ഇങ്ങനെ വേണം എന്ന് പറയുമ്പോഴത്തേക്കും ആളുകൾ പൈസ അയച്ചു കൊടുക്കുകയാണ്. പുള്ളിക്കാരൻ ഇതൊരു ബിസിനസ് ആയിട്ട് അങ്ങ് എടുത്തു. ശരിക്കും ഇതിന്റെ പിന്നിൽ ഒരു തട്ടിപ്പാണെന്നുള്ളത് ഈ ആളുകളൊന്നും അറിയുന്നില്ല. ആളുകളെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ആർക്കും ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് മലയാളികൾ സഹായിക്കുന്ന മനസ്സാണ് എല്ലാവർക്കും ഉള്ളത്. ഇപ്പൊ പുറം നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ തന്നെ ഇവർക്ക് ഒരുപാട് നല്ല രീതിയിലുള്ള സഹായം ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് റിയാലിറ്റി എന്താണെന്നുള്ളത് ആളുകൾ മനസ്സിലാക്കുന്നത്. അനുമോളുടെ അമ്മ വഴിയാണ് ഇപ്പോൾ ആളുടെ തനി നിറം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. പുള്ളിയുടെ ഫേസ്ബുക്ക് പേജ് കണ്ടു കഴിഞ്ഞാൽ ആളിങ്ങനെ ഫേക്ക് ആയിട്ടുള്ള ഒരാളാണെന്ന് നമുക്ക് തോന്നത്തേ ഇല്ല. കാരണം അമ്മാതിരി അഭിനയമാണ് ആളുടേത്. പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ അനുമോളെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ആളെ ഇങ്ങനെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുവാണെന്ന്. പക്ഷെ റിയാലിറ്റിയിൽ ആളിതൊന്നുമല്ല. പുള്ളിക്ക് ഏകദേശം ഒരു 25 ലക്ഷത്തോളം രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം പുള്ളി തന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പുള്ളിക്കാരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ആൾ ഇതിൽ നിന്ന് പൈസ ചെലവാക്കിയിട്ടില്ല. പുള്ളി നല്ല ഒരു ഒന്നാം തരം ഫ്രോഡാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. പുള്ളി പെർഫ്യൂംസ് വാങ്ങാൻ, ഷൂസ് വാങ്ങാൻ, അതുപോലെ തന്നെ എവിടേക്ക് ട്രിപ്പ് പോകാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ആൾ ആ ക്യാഷ് എല്ലാം ഉപയോഗിച്ചിട്ടുള്ളത്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് അയാളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഇനി ക്യാഷ് അയക്കാതിരിക്കുക. പിന്നെ അനുമോൾക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക.